പാർലമെൻറ്റ് സമ്മേളനം ഉടൻ വിളിച്ചു കൂട്ടണം എന്നാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. ഉടൻ വിളിച്ചുകൂട്ടി എന്ത് ചെയ്യാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ഇനി പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു കൂട്ടി എന്ന് വിചാരിക്കുക, എന്തൊക്കെ വിഷയങ്ങളാണ് അവിടെ ചർച്ച ചെയ്യേണ്ടത്? കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് മധ്യസ്ഥം വഹിക്കാൻ ട്രംപ് വന്നിട്ടുണ്ടോ, വാൻസുമായി മോദി സംസാരിച്ചിട്ടുണ്ടോ, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മൾ ആക്രമണം നടത്തിയത്, എന്തൊക്കെ കാഷ്വാലിറ്റീസാണ് ഉണ്ടായത്, ഇതൊക്കെ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഗവൺമെൻറ്റിനെ വെളിപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇന്ത്യയും പാകിസ്ഥാനുമായി ഒരു തർക്കമുണ്ടായി, അത് അക്രമത്തിലേക്ക് കലാശിച്ചു. ആ അക്രമം പാകിസ്ഥാൻ്റെ സർവനാശത്തിനെ വക്കിലെത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യേണ്ട പ്രധാന വിഷയങ്ങൾ യഥാർത്ഥത്തിലൊന്നുമില്ല. മറിച്ച് പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു കൂട്ടണം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. അതിലാദ്യം അവർ ലക്ഷ്യമാക്കുന്നത് ഡൊണാൾഡ് ട്രംപ് എന്ന മധ്യസ്ഥൻ ഇടനില വഹിച്ചിട്ടാണോ ഈ ഇന്ത്യ അക്രമം അവസാനിപ്പിച്ചത്, അതോ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തമ്മിൽ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണോ? ഒരു മിലിറ്ററി ഓപ്പറേഷൻ നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് പാർലമെൻറ്റിൽ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഒട്ടേറെ കാര്യങ്ങൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടന്നു. ഇന്ത്യ ഒരുപാട് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സൗദി അറേബ്യയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, UAE ബന്ധപ്പെട്ടിട്ടുണ്ട്, ബ്രിട്ടനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായി അമേരിക്ക ഈ കാര്യത്തിൽ കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. റഷ്യ ഇത് കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിലൊക്കെ ഓരോ രാജ്യങ്ങൾക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഈ തർക്കത്തിലും അക്രമത്തിലും എന്തിന് യുദ്ധസമാനമായ ഈ സാഹചര്യത്തിലും അവരുടേതായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്, അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്, വ്യാവസായിക താല്പര്യങ്ങളുണ്ട്, മിലിറ്ററി താല്പര്യങ്ങളുണ്ട്. ഇതൊന്നും പാർലമെൻറ്റിൽ വിളിച്ച് സംസാരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇത് ഉടൻ വിളിച്ചുകൂട്ടി സംസാരിച്ചു കഴിഞ്ഞാൽ നരേന്ദ്രമോദി രാഷ്ട്രീയം അവസാനിച്ച് കാശി തീർത്ഥയാത്രയ്ക്ക് പോകും എന്നുള്ള ഒരു വിശ്വാസത്തിലോ പ്രതീക്ഷയിലോ ഒക്കെയാണെന്ന് തോന്നുന്നു KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗും ഒക്കെ ഇത് പറയുന്നത്. യഥാർത്ഥത്തിൽ പാർലമെൻറ്റ് വിളിച്ചു കൂട്ടട്ടെ. പാർലമെൻറ്റ് വിളിച്ചു കൂട്ടിയാൽ ഏറ്റവും അപരിഹാര്യമായ നഷ്ടം സംഭവിക്കുന്നത് കോൺഗ്രസ്സിനായിരിക്കും. കാരണം ഈ പഹൽഗാമുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും നടത്തിയ അക്രമത്തെക്കുറിച്ച് മാത്രം നമ്മൾ ചർച്ച ചെയ്താൽ മതിയോ? ഇതിന് ഒരു പശ്ചാത്തലമില്ലേ? 1962 ഇന്ത്യയും ചൈനയുമായി യുദ്ധം നടന്നില്ലേ? ആ യുദ്ധത്തിൽ ഇന്ത്യ തോറ്റമ്പാനുള്ള കാരണമാരായിരുന്നു? ആരുടെ പിടിപ്പീട് കൊണ്ടാണ് അവിടെ അത്തരമൊരു യുദ്ധമുണ്ടായത്? അതിനുശേഷം 1971 യുദ്ധമുണ്ടായില്ലേ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട്? ഇന്ത്യ ലാഹോറിൻ്റെ അതിർത്തി വരെ ഇന്ത്യൻ സൈന്യം എത്തി. അതുപോലെ തന്നെ ഏകദേശം 1 ലക്ഷത്തിനടുത്ത് പാകിസ്ഥാൻ സൈനികരെ നമ്മൾ തടവുകാരായി പിടിച്ചു. യുദ്ധം അവസാനിച്ചപ്പോഴെന്ത് ചെയ്തു? തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളും നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നില്ലേ? അന്നും സൈന്യം ആവശ്യപ്പെട്ടു, പാക് ഒക്കുപ്പൈഡ് കാശ്മീർ വിട്ടു തന്നേ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പാടുള്ളൂ. അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നല്ല വാർ പ്രൈം മിനിസ്റ്റർ എന്നുള്ള നിലയിൽ ഇന്ദിരാഗാന്ധി ധീരമായി അതിന് നേതൃത്വം കൊടുത്തു. പക്ഷേ ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി നമ്മൾ നടത്തിയ ചർച്ചകൾ, റഷ്യയുമായി നമ്മൾ നടത്തിയ ചർച്ചകൾ, ഇതൊന്നും നമുക്ക് ഒരു പരസ്യമായി പാർലമെൻറ്റ് പ്രസ്താവിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതൊരു രാജ്യത്തിൻ്റെ പ്രതിരോധ രഹസ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ അത് തൊട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അതുമാത്രം ചർച്ച ചെയ്യേണ്ട ആയുധ ഇടപാടുകളെക്കുറിച്ച് നമുക്ക് പാർലമെൻറ്റ് വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യാം. ഒരു രാജ്യം യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും നല്ല ആയുധങ്ങൾ, ഏറ്റവും നല്ല പടക്കോപ്പുകൾ ആ രാജ്യത്തിനുണ്ടാകണം. അവിടെ തൊട്ട് നമുക്ക് ചർച്ച ചെയ്യാം. 1962 ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ അന്നു മുതൽ കോൺഗ്രസ് പ്രതിക്കൂട്ടിലാണ്. ആ കാലഘട്ടത്തിലെ മിലിറ്ററിക്ക് ഉപയോഗിക്കേണ്ടി വന്ന ജീപ്പുകൾ വാങ്ങിച്ചതിലെ അഴിമതി, അവിടെ തൊട്ടിങ്ങോട്ട് നമ്മൾ നോക്കിയാൽ അവസാനത്തെ മിലിറ്ററി പർച്ചേസിലെ വിവാദമുണ്ടായൊരു പർച്ചേസ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡുമായിട്ടുള്ള ആയുധ ഇടപാടായിരുന്നു. ഇറ്റാലിയൻ കമ്പനിയായ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിലെ ഹെലികോപ്റ്റർ വാങ്ങുന്നതിന് നമ്മൾ ഓർഡർ കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട് ഒരു എയർ ചീഫ് മാർഷൽ തടവിലായി. പക്ഷേ ആ പാവ മനുഷ്യനാണോ ഇതിൻ്റെ ഉത്തരവാദി? ഈ ഇറ്റാലിയൻ ആയുധ കമ്പനിയുമായിട്ട് ഇടപാടുകൾ ഉണ്ടായതിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കില്ലേ? അധികം ഉയരത്തിൽ പറക്കാൻ കഴിയാത്ത അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് വാങ്ങിച്ച് ഇന്ത്യൻ സൈന്യത്തിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെ പിന്നിലെ താല്പര്യങ്ങൾ ആരുടേതായിരുന്നു? അപ്പോൾ ഇവിടെയുള്ള പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ആയുധ ഇടപാടുകളുമായി നടത്തിയ കൊള്ളകളും നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. ബൊഫോഴ്സ് തോക്ക്
ബൊഫോഴ്സ് തോക്കുകൾ നമ്മൾ വാങ്ങിച്ചതിനകത്ത് രാജീവ് ഗാന്ധി ഈ കാര്യത്തിൽ ബ്രൈബ് സ്വീകരിച്ചു, കമ്മീഷൻ സ്വീകരിച്ചു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട്. അദ്ദേഹം സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയതിൻ്റെ തെളിവുകളുണ്ട്. ലോട്ടസ് എന്ന പേരിലാണ് ആ അക്കൗണ്ട് നടത്തിയത്, ആ അക്കൗണ്ട് ഓപ്പറേഷനിലാക്കിയത് എന്നതിനെക്കുറിച്ച് കൃത്യമായ രേഖകളോടെ ദ ഹിന്ദു എന്ന് പറയുന്ന ദിനപത്രം ഈ രേഖകളെല്ലാം വെച്ച് ഈ വിവാദമായ ഇടപാടുകൾ പുറത്തു കൊണ്ടുവന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാരനായി നിന്ന കട്രോച്ചി സോണിയാഗാന്ധിയുടെ ബന്ധുവാണ്. കട്രോച്ചി വളരെ സുഗമമായി ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇറ്റലിയിലേക്ക് പോകുകയുണ്ടായി. അപ്പോൾ ബൊഫോഴ്സ് ഇടപാടിൽ നടന്ന കമ്മീഷനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണ്ടേ? അത് പരിഹരിക്കാനാണ് രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് റഫേൽ യുദ്ധവിമാനത്തിൻ്റെ ഇടപാട് വന്നപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് ചൗക്കിദാർ ചോർഹേൻ. രാഹുൽ ഗാന്ധി മാത്രമല്ലേ ഈ മുദ്രാവാക്യം വിളിച്ചുള്ളൂ. തൊട്ടു പിന്നിൽ നിന്ന KC വേണുഗോപാൽ ഈ മുദ്രാവാക്യം വിളിച്ചു. വേറെ ആരെങ്കിലും മുദ്രാവാക്യം വിളിച്ചു? മോദിയുടെ മുഖത്ത് നോക്കി കള്ളനാണെന്ന് പറയുവാനുള്ള ആർജ്ജവം രാഹുലിനില്ല. അത് പറയാൻ രാഹുലിൻ്റെ കൈവശമുള്ളത് വിവരക്കേട് മാത്രമാണ്. ഒരു പ്രധാനമന്ത്രി കള്ളനാണെന്ന് പറയാൻ, ഒരു പ്രധാനമന്ത്രി അഴിമതിക്കാരനാണെന്ന് പറയാൻ കൃത്യമായ രേഖകളും തെളിവുകളും വെച്ച് വേണം സംസാരിക്കാൻ. അതിന് രാഹുൽ ഗാന്ധിയിൽ ഒന്നുമില്ല. അഥവാ രേഖകൾ കിട്ടിയാൽ അത് വായിക്കാൻ അറിയില്ല, വായിക്കാൻ അറിഞ്ഞാൽ തന്നെ പറയാനറിയില്ല. ഇത്തരം ഒരു പ്രതിപക്ഷ നേതാവ് നമ്മുടെ രാജ്യത്തിന് അപമാനമല്ലേ, ശാപമല്ലേ? പാർലമെൻറ്റ് വിളിച്ചു കൂട്ടി ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പാർലമെൻറ്റ് വിളിച്ചു കൂട്ടിയാൽ രാഹുൽ ഗാന്ധി എന്തെങ്കിലും വിഡ്ഢിത്തങ്ങൾ നിന്ന് പറയും. തൊട്ടുപുറയിൽ നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ഡെസ്കിലടിച്ച് ആനന്ദിക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും കടലാസ് കയ്യിലുണ്ടെങ്കിൽ ഹൈബി ഈഡൻ അത് കീറി പറപ്പിക്കും. പിന്നെ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ വിറപ്പിച്ചു, മോദിയെ വിറപ്പിച്ചു, ഗവൺമെൻറ്റിനെ വരച്ച വരയിൽ നിർത്തി എന്നൊക്കെ മലയാള മനോരമയും മാതൃഭൂമിയും വാർത്ത ചമയ്ക്കും. അതിനപ്പുറത്ത് എന്താണ് പാർലമെൻറ്റ് കൂടി ഇവിടെ സംഭവിക്കാൻ പോണത്? രാജ്യം യുദ്ധസമാനമായൊരു സാഹചര്യത്തിലേക്ക് പോയി. ആ സാഹചര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടെന്താണ്? ഇതുവരെ നടന്ന ഭീകര ആക്രമണങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു അക്രമമല്ലേ കാശ്മീരിൽ നടന്നത്? കാശ്മീരിൽ ഇതിനു മുമ്പ് നടന്നത് പുൽഗാമയിൽ നടന്ന അക്രമം പോലും പട്ടാളത്തിനെതിരായിരുന്നു, CRPFനെതിരായിട്ടാണ് അക്രമം അവർ നടത്തിയത്. അതേസമയം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അവരെ പഹൽഗാമിൽ നടത്തിയ അക്രമം അവിടെ എത്തിയ വിനോദസഞ്ചാരികളുടെ വസ്ത്രം മാരി പരിശോധിച്ച് അല്ലെങ്കിൽ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് അവരുടെ മതമേത് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അവരെ നിഷ്കരണം വധിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട് ആ ഓപ്പറേഷൻ നമ്മൾ നടത്തിയത്. ഇന്ത്യയിലെ സ്ത്രീകളുടെ സീമന്തരേഖയിലെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ പാക് മത തീവ്രവാദികൾക്ക് ഇന്ത്യ കൊടുത്ത കനത്ത പ്രഹരമാണ്. അതിനെ ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കാൻ ഈ പ്രതിപക്ഷ നേതാവിന് തോന്നിയിട്ടുണ്ടോ? 71 ഇന്ത്യയും പാകിസ്ഥാനുമായി യുദ്ധം നടന്നപ്പോൾ ഒറ്റക്കെട്ടായി ഇന്ത്യയിലെ പ്രതിപക്ഷം അന്ന് ഇന്ദിരാഗാന്ധിക്കൊപ്പം നിന്നു. അന്ന് ഇന്ത്യക്ക് ഒരു പ്രതിപക്ഷ നേതാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അടൽ ബിഹാരി വാജ്പേയി എന്നായിരുന്നു. രാജ്യസ്നേഹിയായ അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ദുർഗയാണ് എന്നാണ്. ഇന്ദിരാഗാന്ധിയുടെ പിന്നിൽ ഒരുമിച്ച് ഒന്നായി നിന്നില്ലേ പ്രതിപക്ഷം? അത്ര ഒരു മാനസിക നിലയിലേക്ക് ഉയരാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയാത്തതിൽ അത്ഭുതമില്ല. വാജ്പേയി മുഴുവൻ 100% ഇന്ത്യക്കാരനായിരുന്നു, 916 ഇന്ത്യക്കാരനായിരുന്നു. 50% ഇന്ത്യക്കാരനായ രാഹുൽ ഗാന്ധിക്ക് അത് കഴിയാതെ പോകുന്നതിനകത്ത് അത്ഭുതമില്ല. പക്ഷേ എങ്കിലും രാഹുൽ ഗാന്ധി ചില കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയുന്നില്ലെങ്കിൽ KC വേണുഗോപാൽ കാര്യങ്ങൾ അദ്ദേഹത്തിനെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. മല്ലികാർജുന ഖാർഗെ എന്ന് പറഞ്ഞ് ഒരു വന്ധ്യ വയോധികൻ, അദ്ദേഹത്തിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഗ്ലാമർ ഇല്ലാത്ത ഒരാളിനെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് വേണം. കഴിയുമെങ്കിൽ കറുത്ത നിറമുള്ള ഒരാളെ കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് വേണം. ഒരു കാരണവശാലും രാഹുൽ ഗാന്ധിയുമായി ഒരു തരത്തിലും ചേർന്ന് നിൽക്കാത്ത ഒരാളെ കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് വേണം. നോക്കിയപ്പോൾ ലക്ഷണമൊത്ത ഒരു കോൺഗ്രസ് പ്രസിഡന്റിനെ കിട്ടി. അതാണ് മല്ലികാർജുന ഖാർഗെ. ശശി തരൂരായിരുന്നെങ്കിലോ? ഇന്ന് ശശി തരൂരായിരുന്നു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് ക്രിയാത്മകമായ പിന്തുണ കൊടുക്കുമായിരുന്നു. ഗവൺമെൻറ്റിനോടൊപ്പം മോദിയോടൊപ്പം ചേർന്ന് നിന്ന് പാകിസ്ഥാൻ്റെ അക്രമത്തെ ചെറുക്കുവാനുള്ള ഒരു ഹൃദയവിശാലത, ഒരു രാജ്യസ്നേഹം അദ്ദേഹം കാണിക്കുമായിരുന്നു. അങ്ങനെ വന്നിരുന്നുവെങ്കിൽ കോൺഗ്രസിൻ്റെ റേറ്റിംഗ് മാറുമായിരുന്നു. ഇന്ന് കോൺഗ്രസിനെ അവജ്ഞയോടല്ലേ ലോകം കാണുന്നത്? ഇവരെന്താണ് ധരിച്ചു വച്ചിരിക്കുന്നത്? ഈ രാജ്യം ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടപ്പോൾ മോദിയെ അടിക്കാൻ ഒരു വടിയായി പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചുകൂട്ടാം എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ദുഷ്ടലാക്ക് മറ്റാരേക്കാളും നന്നായിട്ട് ഇന്ത്യയിലെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന് കനത്ത വില എപ്പോഴാണ് നൽകേണ്ടതെന്ന് നമുക്കറിയാം. ബീഹാറിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും അതിനുശേഷം കേരളത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഇതിൻ്റെ ഫലം കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.